നാരായണീയം 6-ാം ദശകം 6 മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്ദപങ്ക്തി സിദ്ധാദയസ്വരഗണാ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. അങ്ങയുടെ ആകർഷണീയമായ പുഞ്ചിരിയാണ് മായ. നിശ്വാസം മാരുതനും ജലം നാവും പക്ഷികൾ വാക്കുമാണ്. ഹേ ഭഗവാനെ, സിദ്ധാദികളായ ദിവ്യ പുരുഷന്മാർ അങ്ങയുടെ ശബ്ദസമൂഹമാണ്. അഗ്നി വായുദേവന്മാർ ഭുജങ്ങളും ധർമ്മദേവൻ അങ്ങയുടെ ഇരു സ്തനങ്ങളുമാകുന്നു. പൃഷ്ടന്ത്വധർമ്മൈഹ ദേവ മനസ്സുധാംശു രവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനന്തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷ്ണവു ച മിത്ര. അല്ലയോ പ്രകാശാത്മാവായ ഭഗവാനെ, ഇങ്ങനെ അധർമ്മം അങ്ങയുടെ പൃഷ്ഠഭാഗമാണ്. ഹേ അംബുജനേത്ര, ചന്ദ്രൻ അങ്ങയുടെ മനസ്സും അവ്യക്തരൂപിയായ പ്രകൃതി ഹൃദയവും സമുദ്രഗണങ്ങൾ ഉദരവും സന്ധ്യകൾ വസ്ത്രങ്ങളും ബ്രഹ്മാവ് ജനനേന്ദ്രിയവും മിത്രൻ വൃഷ്ണങ്ങളുമാണ്. ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്ത്യഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരയുഗ്മചരണം കരുണാംബുതേത്തി. മൃഗങ്ങൾ അങ്ങയുടെ ജഘനത്തിൻ്റെ പിൻഭാഗവും ആന, ഒട്ടകം, കുതിര എന്നിവ കാൽനഖങ്ങളും ആകുന്നു. കാലശക്തിയാണ് അങ്ങയുടെ നടത്തം. ഹേ കരുണാസാഗരമേ, അങ്ങയുടെ മുഖാംബുജം, കരങ്ങൾ, ചാരുക്കളായ ഇരുതുടകൾ, കാലുകൾ എന്നിവയാകട്ടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ വർണ്ണഭേദങ്ങളുടെ നിവാസസ്ഥാനവുമാണ്. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യാസരിത്സമുദയസ്തരവശ്ചരോമ ജിയാതിതം വപു നിർവചനീയമീശ. സുദർശന ചക്രധാരിയായ ഹേ ഭഗവാനെ, തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ സാംസാരിക ചക്രം അങ്ങയുടെ ക്രിയയാണ്. അസുര സംഘമാകട്ടെ പരാക്രമവുമാണ്. പർവ്വതങ്ങൾ അസ്ഥികളും നദികൾ സിരകളുമാകുന്നു. വൃക്ഷങ്ങൾ രോമങ്ങളാണ്. ഹേ ഭഗവാനെ, അനിർവചനീയമായ അങ്ങയുടെ ഇപ്രകാരമുള്ള സ്വരൂപം എന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. കർമ്മികൾക്ക് കർമാവസാനമായ മോക്ഷകാലമെത്തുമ്പോൾ സ്മരിക്കാൻ യോഗ്യമാണ് അങ്ങയുടെ വിശ്വാത്മക സ്വരൂപമെന്ന് അഭിജ്ഞന്മാർ പറയുന്നു. ഹേ ഗുരുവായൂരപ്പ, വിശ്വത്തിൻ്റെ അന്തരാത്മസ്വരൂപനും പരിശുദ്ധാത്മാവുമായ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. ഹേ ഭഗവാനെ, എൻ്റെ സർവരോഗങ്ങളെയും ശമിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.